DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊരു ത്രില്ലർ മത്സരമായിരുന്നല്ലേ നമ്മുടെ RCB അതുപോലെ തന്നെ മുംബൈ തമ്മിലുള്ള മത്സരം. വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ RCB 12 റൺസിന് മുംബൈയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല, കാരണം വാങ്കഡയിൽ മുംബൈ എത്രത്തോളം ശക്തരാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് കണക്ക് കൂട്ടി തന്നെയാണ് ബാംഗ്ലൂർ ഇറങ്ങിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ടോസ് നഷ്ടപ്പെട്ടിട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയതാണ് ബാംഗ്ലൂർ. പക്ഷേ വിരാട് കോഹ്ലിയുടെയും എന്താ പറയുന്നത് രജിത് പട്ടിദാർ അതുപോലെ തന്നെ ജിതേഷ് ശർമ്മ എന്നിവരുടെയൊക്കെ പ്രകടനങ്ങളുടെ ബലത്തിൽ 221 റൺസ് ആണ് അടിച്ചു കൂട്ടിയിട്ടുള്ളത് ബാംഗ്ലൂർ. ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് ഈ പറയുന്ന ബാംഗ്ലൂർ ടീം കാഴ്ചവെച്ചിട്ടുള്ളത്. പവർ പ്ലേയിൽ തന്നെ 73 റൺസാണ് ബാംഗ്ലൂർ നേടിയിട്ടുള്ളത്. അതും അതിനകത്ത് ഈ പറയുന്ന വിരാട് കോഹ്ലിയുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ വിരാട് കോഹ്ലിയുടെ ഈ സമീപകാലത്ത് അല്ലെങ്കിൽ ഈ IPL മത്സരങ്ങളിൽ വളരെ അഗ്രസീവായിട്ട് തന്നെയാണ് ബാറ്റ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കാണുമ്പോൾ കോഹ്ലി ആ രീതിയിലോട്ട് ബാറ്റ് ചെയ്യുന്നത്. കോഹ്ലി കത്തി കയറി കഴിഞ്ഞാൽ പിടിച്ചു കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കോഹ്ലിയുടെ കാര്യം. ഈ മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പോരായ്മ വന്നിട്ടുള്ളത് മുംബൈയുടെ ബോളിംഗ് ടൈമിൽ മാത്രമാണ്. അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ക്യാപ്റ്റൻസി തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അല്ലെങ്കിൽ പോരായ്മകളിലോട്ട് ആ ഒരു സെക്ഷനിലോട്ട് വരുമ്പോഴത്തേനും എടുത്തു പറയേണ്ടത് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബോളിംഗ് ചേഞ്ചസുകൾ ആയിക്കോട്ടെ, ഈ പറയുന്ന പോലെ യാതൊരുവിധ പ്ലാനിങ് ഒന്നുമില്ലാണ്ട് ഈ പറയുന്ന പോലെ ബുംറേ വന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവരെയൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന രീതിയിലാണ് ഈ പറയുന്ന പോലെ ഹാർദിക് പാണ്ഡ്യ ബോളിംഗ് ചേഞ്ചസുകളൊക്കെ നടത്തിയിട്ടുള്ളതും. സാറ്റ്നറൊക്കെ തല്ലുകൊണ്ട് നിന്നാലും 4 ഓവർ കംപ്ലീറ്റ് ചെയ്യിക്കുക. അതും 14 ഓവറിന് മുമ്പ് സാറ്റ്നറിന്റെ 4 ഓവർ ഈ പറയുന്ന കംപ്ലീറ്റ് ചെയ്ത് കളയാം. 9ാം ഓവറിൽ വിക്കറ്റ് കിട്ടിയ വിഘ്നേഷ് പുത്തൂറിന് 10 റൺസ് മാത്രം വിട്ടുകൊടുത്ത ഒരു വിക്കറ്റ് നേടിയ വിഘ്നേഷ് പുത്തൂറിന് പിന്നീട് ഓവർ ഇല്ലാണ്ടാകുക. 15ാമത്തെ ഓവറിൽ രോഹിത് ശർമ്മയെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ വിഘ്നേഷ് പുത്തൂറിനെ സബായിട്ട് മാറ്റുക. അപ്പം ഇങ്ങനെയുള്ള ചില പ്രവർത്തികളും കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞാൽ നമുക്ക് ഇവരുടെ നമുക്ക് ബാറ്റിംഗ് സൈഡിലോട്ട് വരുമ്പോൾ അതോടൊന്ന് പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. ഈ പറഞ്ഞ വിരാട് കോഹ്ലിയുടെ ഈ പറയുന്ന 67 റൺസ് 42 ബോളിലുള്ള 67 റൺസും ദേവദത്ത് പടിക്കൽ നല്ലൊരു തുടക്കം തന്നെയാണ് വിരാട് കോഹ്ലിയുടെ കൂടെ നിന്ന് കൊടുത്തിട്ടുള്ളത്. 22 ബോളിൽ 37. പടിക്കലിന്റെ വിക്കറ്റാണ് നമ്മുടെ കേരളത്തിന്റെ വിഘ്നേഷ് പുത്തൂർ എടുത്തിട്ടുള്ളത്. രജിത് പട്ടിദാർ എല്ലാ മത്സരങ്ങളിലും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുകയും നല്ലൊരു കോൺട്രിബ്യൂഷൻ ബാംഗ്ലൂരിന് നൽകിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന വിശ്വസ്തൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരാളായിട്ട് രജിത് പട്ടിദാർ മാറിയിട്ടുണ്ട്. ക്യാപ്റ്റൻസിയുടെ യാതൊരുവിധ പ്രഷറോ കാര്യങ്ങളോ ഒന്നും ബാറ്റിംഗ് സമയത്ത് രജിത് പട്ടിദാറിനെ അലട്ടുന്നതേ ഇല്ല. അപ്പൊ അത് ആ ഒരു ഇന്നിങ്സ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന. 64 റൺസ് നേടി 32 ബോളിൽ അവസാനം ജിതേഷ് ശർമ്മയുടെ വെടിക്കെട്ട് കൂടെ ആയപ്പോൾ 19 ബോളിൽ 40 റൺസ് കൂടെ ആയപ്പോഴത്തേനും ബാംഗ്ലൂർ നിശ്ചിത ഓവറിൽ 221-5 എന്നുള്ളൊരു നിലയിലോട്ട് എത്തി. അപ്പൊ ഇതിനകത്ത് ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും എല്ലാവരും തല്ലുകൊണ്ടു. അപ്പൊ ഈ ഹാർദിക്കിന്റെ ആ ബോളിംഗ് ചേഞ്ചസുകൾ തന്നെയാണ് പറഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ളത്. ട്രെന്റ് ബോൾട്ട് 4 ഓവറിൽ 57, ദീപക് ചാർ 2 ഓവറിൽ 29, ബുംറ മാത്രമാണ് 4 ഓവറിൽ 29 റൺസ് ഒരു വിക്കറ്റ് പക്ഷെ നേടാൻ കഴിഞ്ഞില്ല. എന്തിനോ വേണ്ടി വിൽ ജാക്സിന് പവർ പ്ലേയിൽ ഓവർ കൊടുത്തു. അത് എന്തിനാന്ന് അറിഞ്ഞുകൂടാ. ഒരു ഓവർ 10 റൺസ്. സാറ്റ്നർ 4 ഓവറിൽ 40 റൺസ്. ഹാർദിക് പാണ്ഡ്യ 4 ഓവറിൽ 45 റൺസ്. പിന്നെ 2 വിക്കറ്റ് നേടി എന്നുള്ളത് നേരെ തന്നെയാണ്. വിഘ്നേഷ് പുത്തൂർ ഒരു ഓവറിൽ 10 റൺസിന് 1 വിക്കറ്റ്. ആ ഒരു വിഘ്നേഷ് പുത്തൂറിന് പിന്നീട് ഓവറുകൾ നൽകാത്തത് ഈ പറയുന്ന പോലെ മുംബൈയുടെ പരാജയത്തിന്റെ ഒരു കാരണം തന്നെയാണ്. കാരണം അത്തരത്തിലൊരു ടോട്ടലിലോട്ട് പോകാതെ ഒരു പക്ഷേ വിഘ്നേഷ് പുത്തൂറിന് ഈ പറയുന്ന പോലെ ഒരു തട ഇടാനായിട്ട് ബാംഗ്ലൂർ ബാറ്റിംഗ് നിരയെ ഒരു തട ഇടാനായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചു തന്നെ. പക്ഷെ നമ്മുടെ മുംബൈയുടെ ക്യാപ്റ്റൻ അത്രത്തോളം വിശ്വാസം ഇല്ലായിരുന്നു കാണണം വിഘ്നേഷ് പുത്തൂറിനെ. പക്ഷെ അത് വളരെ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് തോന്നി. എന്നാലും മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടുള്ള മുംബൈ വിട്ടുകൊടുക്കാൻ ഒട്ടും തന്നെ ഈ പറയുന്ന തയ്യാറായിട്ടില്ല. രോഹിത് ശർമ്മ 9 ബോളിൽ 17 റൺസ് നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തെങ്കിലും വലിയൊരു ഇന്നിങ്സിലോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പം തുടക്കത്തിലുള്ള ടോപ്പ് 3 വളരെ പെട്ടെന്ന് തന്നെ പോയി. റിയാൻ റിക്കൾട്ടൺ ആണെങ്കിലും വിൽ ജാക്സിന് ഒരു ടച്ച് അങ്ങോട്ട് കിട്ടുന്നതേ ഇല്ല എന്ന് തോന്നുന്നു. ഇതുവരെയായിട്ടും നല്ലൊരു ഇന്നിങ്സ് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ സൂര്യകുമാർ യാദവ് ആണെങ്കിലും 26 ബോളിൽ 28 റൺസ് വളരെ പതറിയിട്ടുള്ളൊരു അല്ലെങ്കിൽ ടച്ച് കിട്ടാതെ ഉഴറുന്ന ഒരു സൂര്യകുമാർ യാദവിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും ഒരുപാട് വിമർശനം കേട്ടിട്ടുള്ള തിലക് വർമ്മ 29 ബോളിൽ 56 റൺസും ഹാർദിക് പാണ്ഡ്യ 15 ബോളിൽ 42 റൺസും അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈക്ക് ഒരു വിജയ പ്രതീക്ഷ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഒറ്റ
ഒരൊറ്റ മൈൻഡ് ഉണ്ടല്ലോ, വന്ന ഫസ്റ്റ് ബോൾ തന്നെ കീച്ചാൻ തുടങ്ങിയതാ. പിന്നെ ഔട്ട് ആകുന്നത് വരെ ആ ഒരു മൈൻഡ്, ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ വിജയിക്കേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു. പക്ഷെ അവസാനത്തെ 2 ഓവർ ഹേസൽവുഡ് ആണെങ്കിലും 19ാമത്തെ ഓവറിലും 8-9 റൺസ് മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ. അവസാന ഓവർ 19 റൺസ് ഡിഫെൻഡ് ചെയ്തിട്ടുള്ള കൃണാൽ പാണ്ഡ്യ 3 വിക്കറ്റുകളാണ് ആ ഓവറിൽ നേടിയിട്ടുള്ളത്. അപ്പം ആ ഒരു അവസാനത്തെ 2-3 ഡെത്ത് ഓവറുകളൊക്കെയാണ് ബാംഗ്ലൂരിനെ തിരിച്ച് മത്സരത്തിലോട്ട് കൊണ്ടുവന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കളി തന്നെയായിരുന്നു. ബാംഗ്ലൂർ അങ്ങനെ ഈ പറയുന്ന ജയത്തോടെ 3ാം സ്ഥാനത്താണ് ഇപ്പൊ നിൽക്കുന്നത്. മുംബൈ തോൽവിയോടെ 5 മത്സരങ്ങളിൽ 4 തോൽവിയോടെ 8ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇന്നുള്ള മുംബൈയുടെ കളിയൊക്കെ വളരെ ക്രൂഷ്യൽ തന്നെയായിരിക്കും. എന്തായാലും അത് കണ്ടു തന്നെ അറിയണം.